ഈ ബൈക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട്, റോഡ് ആക്സിഡന്റ് സംഭവിച്ച് ആളുകൾ മരിച്ച് ഇപ്പൊ കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ബ്രോഡ് ഡെഡ് ആയിട്ട് അല്ലെങ്കിൽ കൊണ്ട് വന്ന സമയത്ത് ജീവൻ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞ് മരിക്കണം, വളരെ ഗുരുതരമായ പരിക്കുള്ള ആളുകൾ. ഇവരെ കൂടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തേണ്ടി വരും, കാരണം ആക്സിഡന്റ് ആയി വീട്ടിൽ അറിയിക്കണമല്ലോ. അപ്പൊ പലപ്പോഴും അവരുടെ ഫോണൊക്കെ ഓപ്പൺ ആക്കിയിട്ട്, ഫേസ് ഐ ഡി ആണല്ലോ, നമ്മൾ ഡെഡ് ബോഡിന്റെ മുഖത്തേക്ക് ഫേസ് കാണിച്ചാലും ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റും. ഫോൺ ഓപ്പൺ ആക്കിയിട്ട് അതിൽ വാപ്പ ഉമ്മ എന്നൊക്കെയുള്ള നമ്പർ എടുത്തിട്ടാണ് വിളിക്കുക. അപ്പൊ നമ്മൾ വിളിച്ചിട്ട് നിങ്ങളെ മോൻ ഇവിടെ മരിച്ചെടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, വളരെ ആക്സിഡന്റ് ആയിട്ട് സീരിയസ് ആണ്, ഒന്ന് വരണം എന്ന് പറയുമ്പോൾ അവർ ആ കാഷ്വാലിറ്റിയിലേക്ക് വന്ന് അവർ മക്കളെ തപ്പു എവിടെയാണ് കിടക്കുന്നത് ചോദിക്കുമ്പം ആ മോർച്ചറിന്റെ സൈഡിൽ അല്ലെങ്കിൽ ആ വെള്ളത്തുണി മൂടി കിടക്കുന്ന ആ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുമ്പം അവർക്കുണ്ടാകുന്ന എമോഷൻസ് ഉണ്ട്. എന്താ പറഞ്ഞ ഇവിടെ പടച്ചോൻ പറയുന്ന വാക്ക് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ എന്താണ്, അവർ മരിച്ചു പോകുക, അതുകൊണ്ട് നിങ്ങളെ നാം ജീവനഷ്ടം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. എന്നിട്ടോ പടച്ചോൻ ഇവിടെ പറഞ്ഞത് ഒന്നുകൂടി ഇവിടെ ഉണ്ട്, വസമറാത്ത്. വസമറാത്ത് പറഞ്ഞാല് ഫലങ്ങൾ, അതായത് കൃഷികൾ. കൃഷിയുള്ള ആൾക്കാർക്കറിയാം, ഒരു കാറ്റൻ്റെ അടിച്ചിട്ട് വാഴ ഇങ്ങനെ ആ കൂമ്പ് പൊട്ടി കൊലക്കാൻ തയ്യാറായി കൂമ്പ് പൊട്ടി നിൽക്കുന്ന അങ്ങനെ ഇളം കായ് ആയിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് ഒരു കാറ്റടിച്ചിട്ട് ആ വാഴക്കൃഷി മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥ. അതൊന്നും ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം ഒരു സീസണിൽ വളരെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്, ഇതിന് കിട്ടിയിട്ട് പലതും സ്വപ്നം കണ്ടിട്ടാണ് അയാൾ നിൽക്കുന്നത്. ആ ഒരു കാറ്റടിക്കുമ്പോൾ എല്ലാ വാഴകളും ഇങ്ങനെ നടുവൊടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അവിടെ അള്ളാഹു പറയാണ് ക്ഷമാലുക്കൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയും. ഇതൊക്കെ ഈ ക്രൈസിസും ഈ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ പടച്ചോൻ സന്തോഷ വാർത്ത അറിയിക്കണം. ആർക്ക്? ക്ഷമിക്കുന്ന ആളുകൾ. എങ്ങനെയാണ് ഇതിൽ ക്ഷമിക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള നമ്മളെ ഒരു 25 വയസ്സായ ഒരു മകൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു കിടക്കുന്നു എന്ന ന്യൂസ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏട്ടനും അനിയനും, അതൊക്കെ 18ഉം 23ഉം വയസ്സായ 2 ആൺകുട്ടികൾ, ഏട്ടനും 5നും ബൈക്ക് ഓടിച്ച് മരിച്ചിട്ട് ആ വാപ്പ വന്നിട്ട് ആ 2 മയ്യത്തും ഇങ്ങനെ കാണുന്ന ഒരു സന്ദർഭമുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആശ്വസിപ്പിക്കാൻ പറ്റും ഒരാൾക്ക്? എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കാൻ പറ്റുക? പക്ഷെ പടച്ചോൻ പറയാണ് സന്തോഷ വാർത്ത ഉണ്ട് എന്നാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക്. എങ്ങനെയാണ് അതിൽ സന്തോഷിക്കാൻ പറ്റുക? അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ, അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്നവരാണ്. മിൻഹാ ഖലഖനാകും വഫീആ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. നമ്മൾ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും, അതിൽ നിങ്ങളെ വീണ്ടും ഞാൻ പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു പറഞ്ഞു. എന്ത് വലിയ ദുരന്തം സംഭവിച്ചില്ല, അതിന്റെ ലാസ്റ്റ് ഇപ്പം എന്താ? നമ്മൾ മരിക്കും, അത്രയല്ലേ ഉള്ളൂ. ആ മരിക്കുന്നത് എങ്ങോട്ട് അവസാനിക്കുന്നില്ല, ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. കുറച്ച് നിങ്ങൾ ആലോചിക്കി, നമ്മൾ ഇന്ന് നമ്മളെ മകൻ മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നാളെ നമ്മളും പോകേണ്ടവരാണ്. ചെറിയൊരു ഡേറ്റിന്റെ വ്യത്യാസം മാത്രമല്ല, നമ്മളിവിടെ കാലാകാലം ജീവിക്കാൻ പോകുന്നവരല്ല. മൂപ്പര് കുറച്ച് നേരത്തെ പോയി എന്നുള്ളൂ, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളും പോകും. ആകെ ഒരു 10, 25, 30 വർഷത്തിന് വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ഒരു ബോധം, അത് ക്ഷമിച്ചാൽ ആ മടങ്ങിപ്പോകുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നുള്ള ബോധം, അതാണ് സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ട ഒരു യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു പാഠം. അതിന് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അങ്ങനെ അറിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ ഒരു പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് നൽകും എന്ന നമ്മളെ ആ ഉൾക്കാഴ്ച നമുക്ക് കിട്ടേണ്ട ഈ തൗഹീദിൽ നിന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എന്റെ റബ്ബ്. നിങ്ങൾ നോക്കി, നമ്മളെ ശരീരത്തിലുള്ള 99% പ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ പൾസ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല, നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, നിങ്ങളുടെ കണ്ണിന്റെ ഇമ വെട്ടുന്നത് പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. എല്ലാ രാസപ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ടി വരും. അപ്പൊ എന്താണ് സഹോദരങ്ങളെ, ഈ ദുഃഖമില്ലാതെ നമുക്കൊരു നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞറിയോ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുണ്ടല്ലോ, ആ സിറാത്തുൽ മുസ്തഖീമിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ബഖറ. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ ചലിക്കണമെന്നില്ല. ആ സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് നമ്മൾ ഒരു ബ്രീഫായിട്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ബഖറയിൽ. എല്ലാം ഉണ്ട്, ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് വിശ്വാസികൾ, ആരാണ് കാഫിർ, ആരാണ് മുനാഫിഖ്,
അത് കഴിഞ്ഞിട്ട് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? യാ യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 21-ാമത്തെ ആയത്തിൽ പഠിച്ചോൻ പറയാണ്, എന്തിനാണ്? അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ മുമ്പുള്ളവരുടെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. റബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ്? റബ്ബ് എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്നാണ്. എന്നൊക്കെ നമ്മളൊന്നും അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ പിതാവിന്റെ ബീജമായിരുന്നു നമ്മള്. നമ്മുടെ പിതാവ് ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ശുക്ലത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ശുക്ലത്തിൽ 100 മുതൽ 400 മില്യൺ സ്പേംസ് ഉണ്ട്. അത്ര ആലോചിക്കുക, എത്ര അധികം. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? 35 മില്യൺ ഉള്ളൂ. കേരളത്തിലെ ജനസംഖ്യ 35 മില്യൺ ഉള്ളൂ. ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന ശുക്ലത്തിൽ 400 മില്യൺ സ്പേമുകളുണ്ട്. അതിൽ ഒരു സ്പേം മാത്രമാണ്, ഒരു ബീജം മാത്രമാണ് അണ്ഡവുമായി ചേർന്ന് ഒരു ചെറിയ സൈഗോട്ടായി 2 കോശമുള്ള ജീവിയായിരുന്നു നമ്മൾ. അത് ഇരട്ടിച്ച് 4 കോശമായി, 8 കോശമായി, 16 കോശമായി, 32 കോശമായി. പിന്നെ അത് ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ഒരട്ടയെപ്പോലെ തൂങ്ങിപ്പിടിച്ച് അതിൽ നിന്ന് രക്തം സ്വീകരിച്ച് അത് വലുതായി. പിന്നെ അതൊരു മനുഷ്യരൂപത്തിലുള്ള ബീജമായി, അതൊരു ഭ്രൂണമായി മാറി. അങ്ങനെ ഘട്ടം ഘട്ടമായിയാണ് നമ്മൾ വളർത്തി. നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണത് മറ്റൊരു ജീവിയെ പോലെയുമല്ല, ഒന്നും അറിയാതെയാണ്. കരയാൻ മാത്രമേ നമുക്കറിയൂ. അതിൽ നിന്ന് നമ്മൾ ഓരോ മൈൽ സ്റ്റോൺസ് അല്ലെ. നമ്മളെ ചെറിയ കുട്ടി, നമ്മളെ കുട്ടികളെ നമ്മൾ കഴുത്തുറച്ചോന്ന് ചോദിക്കും ചെറിയൊരു കുട്ടിനെ കാണുമ്പോൾ. ആ കുട്ടി ചിരിക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷം. കാരണം എന്താ? കുട്ടി ചിരിക്കുമ്പം അതിന് മാനസിക വളർച്ചയുണ്ട്, മന്ദബുദ്ധിയല്ല എന്നൊരു സമാധാനമുണ്ട്. എന്റെ കുട്ടിന്റെ കഴുത്ത് 4 മാസമായപ്പോൾ ഉറച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. എന്റെ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒക്കെ കറക്റ്റ് ആണ്. കുട്ടി കറക്റ്റ് സമയത്ത് 6 മാസമായപ്പോൾ കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്. 1 വയസ്സായപ്പോ എന്റെ കുട്ടി പിടിച്ചു നടക്കുന്നുണ്ട്. ഇപ്പൊ 2-3 വയസ്സായ കുട്ടികൾ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വീടിന്റെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ പോക്കറ്റ് റോഡിലേക്ക് തിരിയുമ്പം കുട്ടി പറയും നമ്മളെ വീടെത്തി എന്ന്. കുട്ടിക്ക് മനസ്സിലായി, റോഡ് മനസ്സിലായി, വഴി മനസ്സിലായി. അപ്പൊ നമ്മളെ കുട്ടിക്ക് ബുദ്ധിയുണ്ട്, നമ്മളെ കുട്ടിയുടെ ബ്രെയിൻ അത് ശരിയായ ഡെവലപ്മെന്റിലാണ് എന്ന് നമ്മൾ സന്തോഷിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് വാർദ്ധക്യത്തിലും തിരിച്ചു വരുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, ഇതൊക്കെ തല തിരിച്ചു ഞാൻ കൊണ്ടുവരും. ഒരു 90 വയസ്സായി, ഒരു 75-80 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ഏറ്റവും വലിയ ടെൻഷൻ പിന്നെ എന്താ അറിയോ? വീഴാതെ നടക്കുക എന്നുള്ളതാണ്. ഒരു 3 വയസ്സായപ്പോ 2-3 വയസ്സായപ്പോ നമ്മുടെ കുട്ടി വീഴാതെ നടക്കാൻ നമ്മൾ കാണിച്ച ആ സന്തോഷം, അതേപോലെയാണ് 80 വയസ്സായ ഒരാളുടെ ആഗ്രഹം, ഒരു വടിയില്ലാതെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. അതേപോലെ തന്നെ ഒരു 90 വയസ്സാവുമ്പം യൂറിന്റെ കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഒരാളുടെ ആഗ്രഹം. നമ്മുടെ കുട്ടി 3 വയസ്സായപ്പോൾ നമ്മൾ പറയുന്നത് അവനിപ്പം ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിക്കും. കാരണം അവന് മനസ്സിലായി തുടങ്ങി, അവനിപ്പം പാമ്പേഴ്സ് കെട്ടാറില്ല. അതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അവൻ ആ കൺട്രോൾ അച്ചീവ് ചെയ്തു എന്നുള്ളത്. അതേപോലെ അവസ്ഥയിലേക്ക് വീണ്ടും വാർദ്ധക്യത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരപ്പെടും. അങ്ങനെ നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിയ നമ്മുടെ റബ്ബുണ്ട്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ അവിടെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ പറ്റി പിന്നെ പറയുന്നുണ്ട്. 30-31 ആയത്ത് മുതൽ എന്താണ് സംഭവിച്ചത്? ആദമിനെ സൃഷ്ടിച്ചു, ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആദമിനെ പുറത്താക്കുന്നുണ്ട്. അവിടെ അള്ളാഹു കൃത്യമായി പറയുന്നു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. എന്നിട്ട് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ വരും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു പറയാണ്, ഇനി നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളി. ഇനി ഞാൻ പ്രവാചകന്മാരയക്കും, എന്നിട്ട് ഹുദ നിങ്ങൾക്ക് തരും, നിങ്ങൾ കൃത്യമായ മാർഗദർശനം നൽകും. ആരാണ് ആ മാർഗദർശനത്തെ പിൻപറ്റിയത് അവർക്കെന്തില്ല? ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു പേടിന്റെ ആവശ്യമില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അപ്പൊ ആ ഹുദ പിൻപറ്റുക എന്നതാണ് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയ ഹുദ. അതെന്താണ്? അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അവനാണ് ആരാധിക്കപ്പെടേണ്ടവൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ആ പ്രവാചകൻ കൽപ്പിച്ചത് അനുസരിക്കണം എന്നുള്ള, അള്ളാഹുവിനെയും റസൂലിന്റെയും വിധിവിലക്കുകൾ അനുസരിക്കണം എന്നുള്ള ആ മാർഗനിർദ്ദേശം ആര് പിൻപറ്റിയോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് വിജയമുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പേടി എന്ന ഒരു നിർഭയത്വം നമുക്ക് കിട്ടണമെങ്കിൽ ആ പേടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതേപോലെ തന്നെ ദുഃഖപ്പെടാൻ വരിക, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലാണ്, പാസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുക, ഭാവിയെ കുറിച്ച് നമുക്ക് പേടിയാണ് ഉണ്ടാകുക. ആ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉത്കണ്ഠ. ഈ 3 കാലത്തിലാണ് ഓരോന്നും വരിക. ഭാവിയെ കുറിച്ചുള്ള പേടി, പിന്നെ നമ്മളെ ഭൂതകാലത്തെ പറ്റി, നമ്മൾ ചെയ്തു പോയതിനെ പറ്റി നമുക്കുള്ള ഖേദം, ദുഃഖം. ഇതൊക്കെ മാനുഷികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്നു.
ഖുർആനിൽ എത്ര എത്ര ചരിത്രങ്ങൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ, യാക്കൂബ് നബിക്ക് മക്കൾ നഷ്ടപ്പെട്ട ആ ദുഃഖിതനായ യാക്കൂബ് നബി അലൈഹി സ്വലാം ആ പ്രതിസന്ധി തരണം ചെയ്ത കഥ, മഹാനായ മൂസ അലൈഹി സ്വലാമിന്റെ കഥ, അതേപോലെ തന്നെ യൂനുസ് നബി മത്സ്യത്തിന്റെ വായിലകപ്പെട്ട കഥ. അവിടൊക്കെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന. നോക്കി, ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഡെഡ് എൻഡ് ആണ്. നമ്മൾ ചില പ്രതിസന്ധിനെ പറ്റി പറയലോ, ഒരു രക്ഷയില്ല എന്നറിയില്ല, ഞാൻ ലോക്കായിരിക്കണം, ചിലർ പറയും ഞാൻ ലോക്കായിരിക്കണം, ഇനി യാതൊരു മാർഗം എന്റെ മുമ്പിലില്ല. ആ ഒരു സിറ്റുവേഷനാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം ആ തിമിംഗലത്തിന്റെ മത്സ്യത്തിൽ പെട്ടിരിക്കുന്നത്. ആലോചിക്ക്, ഒരു മീനിന്റെ വയറ്റിൽപ്പെട്ട ഒരു കടലിന്റെ, അത് കടലിന്റെ ഉള്ളിലാണ്, കരക്ക് നിൽക്കല്ല, കടലിന്റെ ആഴക്കടലിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ. അത് ആ പ്രതിസന്ധിക്ക് ഉദാഹരണമാണ്. നമ്മളെ മുമ്പിൽ ഞാൻ ലോക്കായി നിൽക്കണമെന്നല്ലേ, ആ പ്രതിസന്ധിക്ക് ഉദാഹരണമാണ്. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ആ ഒരൊറ്റ വചനം കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ തിമിംഗലം എന്ത് ചെയ്ത് അത് പുറത്തു വന്ന് അത് കരയിൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ഉപേക്ഷിച്ചത്. ഞാൻ സർജറി ഒക്കെ ചെയ്യുമ്പോൾ, ചില സർജറി ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ലോക്കായി, ഇനി ഇതിങ്ങോട്ട് ഇത് ക്ലോസ് ചെയ്ത് ഇറങ്ങി പോരാൻ പറ്റൂല എന്ന് ഇടയ്ക്ക് നമുക്ക് തോന്നും. അത്രയും ഒരു ക്രൈസിസിൽ അകപ്പെടുന്ന സമയമുണ്ട്. പൊതുവെ അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചില ആൾക്കാരെ ഒന്ന് റിലാക്സ് ചെയ്യും, ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ഇരുന്ന് കുറച്ചുകൂടി ആലോചിച്ചിട്ട് രണ്ടാമത് കയറി ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ പലപ്പോഴും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി, എന്തെങ്കിലും ഒരു മാർഗം പടച്ചുണ്ടാക്കി തരും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഒരു ദുആന്റെ വിഷയത്തിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതൊക്കെ സത്യവിശ്വാസി, അവിടെ അത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ളാലിമീങ്ങളിൽ, എന്റെ അടുത്ത് തെറ്റ് സംഭവിച്ചു, ഞാൻ അക്രമികളിൽ പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് മടക്കം അതിലുണ്ട്. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന ഒരു സമ്മതിക്കൽ അതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലായി ഈ നെഗറ്റീവ് എമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സത്യത്തിൽ പടച്ചോന്റെ ഭയങ്കരമായ ഒരു തൗഫീഖ് തന്നെ വേണം. ഈ ഖുറാനിലെ ചരിത്രം, ഖുറാനിൽ നമുക്ക് അള്ളാഹു പഠിപ്പിക്കുന്ന കുറെ ചരിത്ര സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതേപോലെ പേടിയും ദുഃഖവും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. മൂസ അലൈഹിസ്സലാമിന്റെ മാതാവ്, മൂസാ നബി കുട്ടിയായപ്പം ആൺകുട്ടികൾ ജനിച്ചാൽ ഫിറഔൻ കൊന്നൊടുക്കണല്ലോ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കുട്ടിനെ നദിയിലേക്ക്, ഒരു പേടകത്തിലാക്കി നദിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സന്ദർഭം ഖുറാൻ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴായി കേട്ട ചരിത്രമാണ്, നമുക്ക് എല്ലാവർക്കും കേട്ട ചരിത്രമാണ്. മൂസാ നബീനെ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ മൂസാ നബിന്റെ മാതാവ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം കുട്ടിനെ നദിയിലേക്ക് വലിച്ചെറിയണമെങ്കിൽ എത്ര പേടിയുണ്ടാവും. അതായത് ആ കുട്ടി പ്രസവിക്കുമ്പോൾ അതെങ്ങാനും അറിഞ്ഞാൽ, ആ ഭടന്മാർ ഫിറഔന്റെ ആളുകൾ ഇവിടെ എത്തിയാൽ ആ കുട്ടിയെ കൊല്ലുമെന്നൊരു പേടിയുണ്ട്. ആ പേടി അതിജീവിച്ചുകൊണ്ടാണ് ഈ കുട്ടീനെ കെട്ടിടുന്നത്. ഒഴുകുന്ന വെള്ളത്തിലേക്കുണ്ട്. നമ്മളൊരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക്, ഒരു കുളത്തിന്റെ പക്കത്തേക്ക് ഒരു 4 അടിപ്പുറം നമ്മളെ കുട്ടി വന്നാൽ തന്നെ നമ്മൾ അലറി ഒച്ച ഉണ്ടാക്കി പോയി നമ്മള്, അല്ലെ? നമ്മളെ കുട്ടി കിണറ്റിന്റെ ആൾമറല്ലാത്ത, അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ അടുത്തേക്ക് പോയാൽ നീന്തറിയാത്തൊരു കുട്ടി ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ബഹളം വെച്ച് ആ കുട്ടിന്റെ പിന്നാലെ ഓടിപ്പോകും. ഇവിടെ നദിയിലേക്ക് ഇടാണ്, ഒഴുകുന്ന നദിയിലേക്കാണ് ഇടുന്നത്. ആ നദി കുട്ടി അതിൽ മുങ്ങുന്നോ, എന്തൊക്കെ സംഭവം, എന്തൊക്കെ ആകുലതകളും പേടികളും വേവലാതികളും ഉണ്ട്. ആ ആയത്ത് ഓതണം, വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി. ആ രണ്ടങ്ങേയറ്റത്തെ പേടിയിലും ദുഃഖത്തിലുമാണ് ഈ കുട്ടിനെ എറിയണത്. പടച്ചോൻ പറയാണ്, വലാ തഖാഫി വലാ തഹ്സനി, നീ ദുഃഖിക്കുകയും ഭയപ്പെടുകയും വേണ്ട. പടച്ചോനാണ് പറഞ്ഞ് എറിഞ്ഞോന്ന്. കാരണം എന്താ അറിയോ? ഇന്നാ റാദൂഹു ഇലൈകി, നിശ്ചയമായും അവനെ ഞാൻ നിന്നിലേക്ക് മടക്കുമെന്നാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ ഞാൻ പ്രവാചകന്മാരിൽപ്പെട്ടവനാക്കുന്നു. അള്ളാന്റെ ഓഫറാണ്. അതാണ് ധൈര്യം കൊടുക്കുന്നത്. പടച്ചവൻ ആ കുട്ടിയെ തിരിച്ചു തരുമെന്നുള്ള വിശ്വാസം, ആ കുട്ടിയെ പ്രവാചകനാക്കുമെന്നുള്ള പ്രതീക്ഷ, അത് പടച്ചോൻ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ നദിയിലേക്ക് ഇടാനുള്ള ഒരു ധൈര്യം അവിടെ അള്ളാഹു അവർക്ക് കൊടുത്തത്. എന്നിട്ട് അതിനെപ്പറ്റി പറയാണ്, പടച്ചോൻ പറയാണ്, ഈ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പടച്ചോൻ പറഞ്ഞു, ഇൻ കാദത് ലതുബ്ദിയ ബിഹി ലൗലാ അൻ റബത്നാ അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അവരുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവൾ വെളിപ്പെടുത്തിയേക്കും, അവന്റെ കാര്യം അവൾ വെളിപ്പെടുത്തിയേക്കുമായിരുന്നു. അതായത് ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പദം ആ റബത്തുന എന്നാണ്. റബത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടുക, ഉറപ്പിക്കുക, ബന്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് സർജറി ഒക്കെ ചെയ്യുമ്പോൾ മുട്ടിന്റെ ലിഗമെന്റിന്റെ സർജറിക്ക് അറബിയാളോട് റിബാത്ത് എന്നാ പറയാം. ലിഗമെന്റിന്, ഞരമ്പിനൊക്കെ റിബാത്ത് എന്ന് പറയാം. ആ റബത്തുന എന്നാ പറഞ്ഞത്. ആ ഹൃദയത്തെ അള്ളാഹു ബന്ധിപ്പിച്ചു നിന്നാണ്.
ഒതുക്കി നിർത്തി. അപ്പൊ ആ എമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കൊടുത്താണ് അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞത് അള്ളാഹുവാണ് എന്തത് ആ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തിയത്, കെട്ടി നിർത്തിയത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങളെ എല്ലാം നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു തൗഫീക്ക് അത് പടച്ചോൻ തന്നെ തരണം. പടച്ചോന്റെ തൗഫീക്ക് തന്നെ വേണം. അങ്ങനെ മിനൽ മുഅ്മിനീൻ എന്നാണ് സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ആ ഒരു വിശ്വാസികളാകുക എന്ന് പറഞ്ഞാല് ആ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പടച്ചോനൊരു തൗഫീക്ക് തരുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഖുർആനിലെ ഓരോ ചരിത്രങ്ങളും, ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ ഖുർആനിൽ പറഞ്ഞ ചരിത്രമാണ്. അവിടെ മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന് ലോക്കാക്കുന്ന ഒരു ചരിത്രം കാണാം നമുക്ക്. ഫിർഔന്റെ സൈന്യം ബാക്കിലൂടെ വന്ന് മുമ്പിൽ ചെങ്കടലും ബാക്കിൽ ഫിർഔനായിട്ട് മൂസാ നബി, ചെങ്കടലിന്റെ മുമ്പിൽ മൂസാ നബിയും അനുയായികളും ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ബാക്കിൽ ഫിറഔന് സംഘം ആയുധ സജ്ജരായി നിൽക്കുന്ന ഫറോവയും അവന്റെ സൈന്യവുമാണ് ബാക്കിൽ. മുമ്പിൽ ചെങ്കടലാണ്, ഒരു രക്ഷയില്ല. നമ്മൾ പറയാം ലോക്കായി കടലല്ലേ. ആ സിറ്റുവേഷനിൽ മൂസാ നബിന്റെ അനുയായികൾ പറയാണ് ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷല്ല. അപ്പൊ മൂസാ നബി പറയാണ് ഖാല കല്ലാ കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅിയ റബ്ബി, ഇന്ന മഅിയ റബ്ബി, നിശ്ചയമായും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീനി, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും, ഒരു വഴി. അത് അള്ളാഹു നമുക്ക് നൽകേണ്ട ഒരു തൗഫീഖാണ്. ആ തൗഫീഖ് മഅിയത്ത് എന്ന് പറയും. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ രക്ഷിക്കും. എങ്ങനെ രക്ഷിക്കാം? ഒരു മുമ്പിൽ കടലിങ്ങനെ ഒരു രക്ഷയില്ലാതെ, ബാക്കിൽ ഫുൾ സൈന്യമാണ്, ഓടാനോ ഒരു മാർഗമില്ലാതെ നിൽക്കുമ്പോഴും മൂസാ നബി പറഞ്ഞെന്താ, ഇന്ന മഅിയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീനി, അവൻ എനിക്ക് വഴി കാണിക്കുമെന്നാണ്. എന്താ പറഞ്ഞത്? ആ സമുദ്രത്തിൽ അടിക്കാനാണ് മൂസാ നബിയോട് പറഞ്ഞത്. എന്തേ മൂസാ നബിന്റെ അനുയായികളെ ആകാശത്തിലൂടെ പറപ്പിച്ചു കൊണ്ടുപോകാൻ പടച്ചോൻ അറിയണ്ട അല്ലേ? സമുദ്രത്തിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ അറിയണ പടച്ചോനെ ആകാശത്തോടെ പറത്തി കൊണ്ടേ കൂടെയെന്നോ? അങ്ങനെയല്ലല്ലോ ചെയ്തത്. അപ്പോഴും ആ സമുദ്രത്തിൽ അടിക്കാനാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് മൂസാ നബിയോട് കൽപ്പിച്ചത്. അത് ചെയ്തു. ആ സമുദ്രം അങ്ങനെ പിളർന്നു നിന്നു, അവർ കടന്നുപോയി. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ്? ഇതേപോലത്തെ സിറ്റുവേഷനുകളിലൂടെ മുസ്ലിങ്ങൾ വരും കാലത്തെ വരാനിരിക്കുന്ന മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിലൂടെ ഒക്കെ കടന്നു പോകുന്നതാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ്. ജീവിതത്തിൽ അതൊക്കെ പ്രയോഗവൽക്കരിക്കാൻ, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി കൊടുക്കാനാണ് ഇതൊക്കെ നമ്മളോട് പാരായണം ചെയ്യാനും ജീവിതത്തിൽ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളെ മനസ്സിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ എമോഷൻസ്, പേടി, ഇതൊക്കെ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ജീവിതത്തെ ബാധിക്കും. ഇതൊക്കെ പൈശാചികമാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്ന പിശാചാണ്. അത് പിശാച് നമുക്ക് ഭംഗിയാക്കി കാണിച്ചു തരും. എന്നാലോ നിങ്ങൾ അറിയണം, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. ഈ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയണം എന്താണ്? ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. അപ്പൊ നമുക്ക് അള്ളാഹു ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, അള്ളാഹു ഈ സത്യവിശ്വാസത്തെ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നു. ഈ പൈശാചികമായ വികാരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരിയായ വിശ്വാസം വേണം.